ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അഹങ്കാരം എന്ന 3 അക്ഷരത്തെക്കുറിച്ച് ചെറിയ ഒരു കഥയാണ് ഈ വീഡിയോ. നമ്മുടെ മനസ്സിൽ അഹങ്കാരം കടന്നുകൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയുക. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ആ അഹങ്കാരത്തെ ശമിപ്പിക്കുവാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? ഒരു കഥയിലൂടെ തുടങ്ങാം. മനുഷ്യൻ്റെ 5 വിരലുകളുടെ അഹങ്കാരത്തിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മളെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, മനുഷ്യരാണ് എന്നെല്ലാം നമുക്കറിയാം. എങ്കിൽ പോലും നമ്മൾ അഹങ്കരിക്കും. വസ്ത്രമായാലും വാഹനമായാലും എന്തു തന്നെ ആയാലും നമുക്കെല്ലാം ഉണ്ട്, അടുത്ത വീട്ടിലുള്ളവർക്കൊന്നുമില്ല. അപ്പോൾ അവരുടെ മുന്നിൽ തീർച്ചയായും ഒരഹങ്കാരം ഉണ്ടാകും. അതുപോലെ ഒരിക്കൽ നമ്മുടെ 5 വിരലുകൾക്കും അഹങ്കാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കൈയുടെ 5 ഭാഗങ്ങളാണെന്ന് ചിന്തിക്കാതെ വിരലുകൾക്ക് അഹങ്കാരം ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തള്ളവിരലിൽ നിന്ന് തന്നെ തുടങ്ങാം. തള്ളവിരൽ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാനില്ല എങ്കിൽ യാതൊരു വസ്തുവിനെയും എടുക്കാൻ കഴിയില്ല, ഞാൻ കുലയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിരലുകളിൽ ഞാനാണ് കേമൻ എന്ന് തള്ളവിരൽ പറഞ്ഞു. അത് കേട്ട് ചൂണ്ടുവിരൽ പറഞ്ഞു, അത് നിന്റെ തോന്നല. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെപ്പോലും ചൂണ്ടി നിർത്തുന്ന ഞാനാണ് ഏറ്റവും വലിയ ശക്തിമാൻ. അതുകൊണ്ട് വിരലുകളിൽ കേമൻ ഞാൻ തന്നെയാണ്. നീ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ചൂണ്ടുവിരൽ പറഞ്ഞു. ഇവരുടെ 2 പേരുടെയും തർക്കം കണ്ട് നടുവിരൽ പറഞ്ഞു, നിങ്ങൾ 2 പേരും തർക്കിക്കേണ്ട. ഈ 5 പേരിലും കേമൻ ഞാൻ തന്നെയാണ്. കാരണം നിങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വിരലും ഞാനാണ്. എൻ്റെ 2 സൈഡിലും 2 പേര് കാവൽക്കാരായിട്ടുമുണ്ട്. അപ്പോൾ നടുക്ക് നിൽക്കുന്ന ഞാൻ തന്നെയല്ലേ കേമൻ എന്ന് നടുവിരൽ പറഞ്ഞു. ഇത് കേട്ട് അടുത്തിരിക്കുന്ന മോതിരവിരൽ പറഞ്ഞു, അഹങ്കരിക്കാൻ വരട്ടെ 3 പേരും. നിങ്ങളിൽ ഞാൻ തന്നെയാണ് കേമൻ. കാരണം ഈ മനസ്സാകുന്ന എൻ്റെ മുകളിലാണ് എല്ലാവരും കൊണ്ടുവന്നു സ്വർണവും വെള്ളിയും സർവ്വലോഹങ്ങളും ഒക്കെ അണിയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം എന്നെയാണെന്ന് മോതിരവിരൽ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് പാവം ചെറുവിരൽ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളെല്ലാവരും കേമന്മാർ തന്നെയാണ്. പക്ഷേ എല്ലാ അമ്പലങ്ങളിൽ ചെന്ന് ഭഗവാനെ തൊഴുമ്പോഴും ഓരോ പ്രസംഗവേദിയിലും പ്രഭാഷണവേദിയിലും കൈകൾ കൂപ്പി നമസ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ 5 പേരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുവാൻ ഈ എളിമയുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചെറുവിരൽ പറഞ്ഞു. ചെറുവിരൽ പറയുന്നത് കേട്ട് ബാക്കി 4 വിരലുകളും തലകുനിച്ചു നിന്നു. സാരാംശം, എല്ലാവർക്കും അവരവരുടേതായ മഹത്വമുണ്ട്. അത് മറ്റുള്ളവരുടെ മുന്നിൽ കേമത്വം കാണിച്ച് അഹങ്കരിക്കാനുള്ളതല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.